ഹലോ എവരിവൺ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നത്തെ വീഡിയോയിലെ റെസിപ്പി മസാല ഇഡ്ഡലിയാണ്. അതായത് ഇഡ്ഡലിയുടെ ഒരു മേക്ക് ഓവർ വേർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സാധാരണ നമ്മൾ ചട്നിയും സാമ്പാറും എല്ലാം കൂട്ടിയിട്ടല്ലേ ഇഡ്ഡലി കഴിക്കുക. ഇത് അതിൽ നിന്നൊരു ചേഞ്ച്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എന്തൊക്കെയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നും നോക്കാം. ഒരു സവാള എടുത്തിട്ടുണ്ട്, അത് പൊടിയായി അരിഞ്ഞു വയ്ക്കണം. അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 പച്ചമുളക്, കുറച്ച് മല്ലിയില, പിന്നെ ഇഡ്ഡലി ഇങ്ങനെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഒരുപാട് പൊടിയായിട്ട് അരിയരുത്. അതേപോലെ ക്യാപ്സിക്കം, ക്യാരറ്റ്, തക്കാളി, ഇത്രയാണ് നമുക്ക് ഇതിന് വേണ്ടത്. ഇനി നമുക്കിതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തെടുക്കുക എന്ന് നോക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ആ കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി ഉഴുന്നുപരിപ്പ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഇതൊരു വലിയ സവാളയാണ്. മീഡിയം സൈസ് സവാളയാണെങ്കിൽ 2 എടുത്തോളൂ. അതേപോലെ ഒരു 3-4 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വാടി കിട്ടണം. അതുവരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ സവാള പെട്ടെന്ന് വാടി കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഒരു പകുതി ക്യാരറ്റാണിത് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ ക്യാരറ്റും വെജിറ്റബിൾസൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ ഞാനിവിടെ ക്യാപ്സിക്കവും ക്യാരറ്റുമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടറ്റോ ചേർക്കാം, അതേപോലെ ബീൻസ് ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. നിങ്ങളുടെ കയ്യിൽ പാവ് ഭാജി മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അത് നല്ലൊരു ടേസ്റ്റ് തരും കേട്ടോ മസാല ഇഡ്ഡലിക്ക്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പോൾ ആ തക്കാളിയെല്ലാം നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. ഇഡ്ഡലി ഇങ്ങനെ ഒരുപാട് പൊടിയായിട്ട് അരിയരുത് കേട്ടോ. കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ നമ്മൾ മുറിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇളക്കുമ്പോഴെല്ലാം പൊടിഞ്ഞു പോവും. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതെല്ലാം സവാളയും ക്യാരറ്റും എല്ലാം ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഓപ്ഷണലാണ്. ചിലർക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ചേർക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ വേറെ എന്താണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്തോളൂ. പക്ഷേ മസാല ഇഡ്ഡലിയിൽ ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവർ നല്ല അടിപൊളിയാണ്. നന്നായിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഒരുപാട് കട്ടി തേങ്ങാപ്പാലൊന്നുമല്ല, ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലുള്ള 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാപ്പാൽ ഇല്ലയെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താലും മതി. കാരണം നമുക്കൊരു ഗ്രേവി പോലെ കിട്ടിയിട്ട് നമ്മൾ ആ ഇഡ്ഡലിയിലൊന്ന് കോട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് മസാല. നമുക്കിനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഡ്ഡലി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പതിയെ മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് കുത്തി ഇളക്കരുത്, അപ്പോൾ ഇഡ്ഡലി പൊടിഞ്ഞു പോവും. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് നമ്മുടെ കയ്യിൽ ഇഡ്ഡലിപ്പൊടി, അതായത് നമ്മൾ ചട്നിപ്പൊടി എന്നൊക്കെ പറയില്ലേ, അതുണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. അത് നല്ലൊരു ഫ്ലേവർ തരും മസാല ഇഡ്ഡലിക്ക്. ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമുക്കിതിങ്ങനെ ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഡ്ഡലി മാവ് അരച്ച് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ ഇഡ്ഡലി ഉണ്ടാക്കുമല്ലോ, ആ സമയത്ത് ഒരു ബാച്ചും കൂടെ ഉണ്ടാക്കിയിട്ട് ഒരു എയർ ടൈറ്റ് ഗ്ലാസ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് വീക്ക് ഡേയിൽ ഡിന്നറിനോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ നമുക്കിങ്ങനെ മസാല ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. കുക്ക് ചെയ്യുന്നതിന് കുറച്ച് സമയം മുന്നേ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വയ്ക്കാൻ ഓർക്കണം എന്ന് മാത്രം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയിലയും ഒരു 1/2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മസാല ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.
കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. ഇതേപോലെ തന്നെ നമുക്ക് ഈ ഇഡ്ഡലി ഒന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തിട്ട് സോസസ് എല്ലാം ചേർത്ത് ചില്ലി ഇഡ്ഡലി ആയിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അതും നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഈ മസാല ഇഡ്ഡലി എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.